അസ്സലാമു അലൈക്കും. സാബിത്താന്റെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിത്ത. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. ഇന്ന് സാബിത്ത പറയാൻ വേണ്ടി പോകുന്നത്, നാട്ടുകാരൊക്കെ വന്നു മക്കളെ. എല്ലാ നാട്ടുകാരും വന്ന് നമ്മളെ വീഡിയോ ചെയ്യല് നിർത്തണം എന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളോട്, നാട്ടുകാർ വന്നിട്ടിപ്പം പറയണം സാബിറാനി ഗർഭം ആക്കിയിട്ടുള്ള വീഡിയോസ് ഇടറ്, മാത്രമല്ല ഗർഭം ആക്കരുത്. അതുകൊണ്ട് ഗർഭം ആരും ആക്കണ്ട, ഗർഭം ആക്കരുത്, നിനക്ക് പ്രായമായില്ലേ, നീ എന്തിനാ ഒരു ഗർഭം പിന്നെ ഇങ്ങനെ ആക്കുന്നേ, അതുകൊണ്ട് വയസ്സായില്ലേ, ഇനി ഗർഭം ആക്കണ്ട എന്നൊക്കെ നാട്ടുകാർ വന്ന് പറയൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? അപ്പൊ നാട്ടുകാരൊക്കെ നമ്മളെ വീട്ടിൽ വന്ന് നാട്ടുകാർ പറയണം, കെറുപ്പ് ഉണ്ടാക്കാൻ പാടില്ല, കെറുപ്പ് ഉണ്ടായി അഭിനയിക്കാൻ പാടില്ല. ഞാനോട് ചോദിക്കട്ടെ, നമ്മൾ ജീവിക്കുന്നത് നാട്ടുകാർക്ക് വേണ്ടിയിട്ടോ കുടുംബക്കാർക്ക് വേണ്ടിയിട്ടോ അല്ലെ മറ്റുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടോ മനുഷ്യജീവികൾക്ക് വേണ്ടിയിട്ടോ നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നത്? നമ്മൾ നമ്മക്ക് വേണ്ടി ജീവിക്കുന്നത്. മനസ്സിലായ? നമ്മക്കറിയുന്ന ഒരാളുണ്ടേനു, ഒരു 10-32-35 കൊല്ലം മുന്നെയാ. അന്ന് വണ്ടി ഓടിക്കൂല, പെണ്ണുങ്ങളാരും ഡ്രൈവിങ് ചെയ്യൂല, ഡ്രൈവിങ് പഠിക്കലുമില്ല, പഠിക്കുക പോക്കുമില്ല, ചെയ്യലുമില്ല. ഈ മാക്സി ഇല്ല, ഇത് മാക്സിയാ, ഈ മാക്സി ആ പണ്ടുള്ള പെണ്ണുങ്ങൾ ആരും ഇടലില്ല, മുണ്ടും മുപ്പായാലും ഇടലില്ല. ആ സമയത്ത് നമ്മക്കറിയുന്നൊരു പെണ്ണ് മാക്സി ഇടും, കാർ ഓടിക്കും, ഡ്രൈവിങ്ങിന് പോകും, പോയിട്ട് പഠിച്ച് യാ റസൂലല്ലാ അങ്ങോട്ട് പോയി കുപ്പായിടാത്ത പക്ഷെ അങ്ങോട്ട് പോയി യാ റസൂലല്ലാ. അന്ന് ആ വ്യക്തിനെ കൊണ്ട് പറയാത്ത മോശത്തരവും ഇല്ല, പറയാത്ത ചരിത്രവും ഇല്ല. പുറം നാട്ടിൽ നിന്നൊന്നുമല്ല, ഇത് നമ്മളെ നാട്ടിൽ തന്നെ, പറയാത്ത പ്രശ്നങ്ങളില്ല. പക്ഷേ ഒരു ഡ്രൈവിങ് പഠിച്ചാൽ തന്നെ, ഒരു മാക്സി കിട്ടിയ എൻ്റെ ഉമ്മോ ഓള് പോക്ക, ഡ്രൈവിങ് പഠിക്കുന്ന പെണ്ണ് പോക്ക എന്നാണ് ജനങ്ങളെ വിലയിരുത്തുന്നത്. പക്ഷേ ഞാൻ അന്നെല്ലാം ജനങ്ങളെ പേടിച്ച് കുത്തിച്ചിട്ട് ഒന്നും പഠിച്ചില്ല. ജനങ്ങൾ പറയൂലേ, നാട്ടുകാർ പറയൂലേ, മോശമല്ലേ, കുടുംബക്കാർ പറയൂലേ വന്നിട്ട് ഞാനൊന്നും ചെയ്തില്ല മക്കളെ. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിക്കേ പുറത്ത് വിടുന്നു, കുപ്പായിടണ അതിലൂടെ പറഞ്ഞു കളിക്കുന്നു. ഇന്ന് നാട്ടുകാരെ പേടിച്ചിട്ട് ഞാൻ കുത്തിരുന്നു പറയുമല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷെ ആ വ്യക്തി നാട്ടുകാരെയും പേടിച്ചില്ല, കുടുംബക്കാരെയും പേടിച്ചില്ല, ആരെയും പേടിച്ചില്ല, മുന്നോട്ട് തന്നെ. ഐ ലവ് യു എന്നാ പഠിച്ചവർക്ക് ഐ ലവ് യു. ഒരാളെയും വില വെക്കണ്ട. അന്ന് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഒരാളെയും വില വെക്കാണ്ട് പഠിച്ചത് കൊണ്ട് ഇന്ന് വലിയ വലിയ കാർ ഓടിക്കുന്നു, വലിയ നല്ല ഡ്രസ്സുകൾ ഇടുന്നു, പേന്റും കുപ്പായ ഇടുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് ഡ്രൈവിംഗ് പഠിക്കും, ഇന്ന അല്ലി നിങ്ങൾ പറയും, എല്ലാവരും പഠിക്കുന്ന തന്നെയല്ലേ. അന്ന് ആ വ്യക്തിനെ പരിഹസിക്കുകയും സുയിപ്പാക്കുകയും മോശമായി ചിത്രീകരിക്കുകയും ചെയ്ത ആ കുട്ടികളെ ഉമ്മാറ്, അല്ലെങ്കിൽ ആ ഉമ്മാറെ മക്കള് ഇന്നതാ ഡ്രൈവിംഗ് ഓടിക്കുന്നു, പഠിക്കുന്നു, വണ്ടി ഓടിക്കുന്നു, ജീൻസ് പാന്റ് ഇടുന്നു, മാക്സി ഇടുന്നു, കുപ്പായ ഇടുന്നു, എല്ലാ തോന്നിയസക്കളും കളിക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നാല് നമ്മൾ നമ്മക്ക് വേണ്ടി, ഞാൻ അന്ന് നാട്ടുകാർക്ക് വേണ്ടി ജനങ്ങളെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും വിചാരിച്ച് ജീവിച്ചോണ്ട് എനിക്ക് ഇവിടെ 3-4 സൈക്കിൾ ഉണ്ട്, 2 കാലിലെ വണ്ടി 3-4 വലിയ വണ്ടി അതുകൊണ്ട്. ഒരു കുന്തോ ഈ സാബിറാക്ക് അറിഞ്ഞൂടോ വണ്ടി ഓടിക്കുന്നേ? അന്ന് ഞാൻ നാട്ടുകാരെ പേടിച്ച് കുത്തിഞ്ഞോടോ, ജനങ്ങളെ പേടിച്ച് കുത്തിഞ്ഞോടോ? എനക്കൊരു കുന്തം അറിഞ്ഞൂടാ. അന്ന് വിലവെക്കാണ്ട് പഠിക്കാൻ പോയ ആൾ ഇന്ന് വലിയ ആളായി, നല്ല വണ്ടി ഓടിക്കും. ഐ ലവ് യു വളരെ ഇഷ്ടപ്പെട്ടു. അന്നൊന്നും എനിക്ക് ബുദ്ധിയുള്ള ആളേനു അത്. ഓലെല്ലാം പഠിച്ച്, മനസ്സിലായതുണ്ടോ? അപ്പോ നമ്മൾ നമ്മക്ക് വേണ്ടി ജീവിക്കണം. സാബിറ ഒരു ഗർഭം, നിങ്ങൾ കണ്ടില്ല, സാബിറ ഒരു ഗർഭം ആക്കിയതിന് ഇതാ ഒന്ന് നോക്കണേ വന്നെ മക്കളെ. കൂറ്റ് കുറച്ച് തരാം, അല്ലെങ്കിൽ കോപ്പി റേറ്റ് വരും. കണ്ടില്ല, ഈ ഗർഭം ഞാൻ അഭിനയിച്ചിട്ടേന്, ഇതിപ്പോ ഒരു തലക്കാണിയാ, നിങ്ങൾക്കറിയാലോ.
ഇവര് എല്ലാരും അതിൽ വന്ന കമന്റ് എൻ്റെ ഉമ്മോ മോനെ ഞാൻ ഇങ്ങ് ശ്രദ്ധിക്കുന്ന നേരം നിങ്ങൾ ഇഞ്ഞ അതിലോടി പോകുന്നുണ്ട് ഷഡ്ഡി കുപ്പ ഇടാണ്ട് ഇഞ്ഞ അവിടെ അറിയി കുത്തിരിക്കും കുട്ടികളെ ഉമ്മയും ഉപ്പ ആഴ്ച കിടക്കുന്നുണ്ട് പിന്നെ അവിടെ കുത്തിരിക്കുക ഇങ്ങോട്ട് വരാ. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നേനു ഈ വീഡിയോസിന്റെ താഴെ ഇട്ട കമന്റ് നാളെ ഇല്ലടി എനിക്ക് ഈ കെറുപ്പം കാണിച്ചു കൊടുക്കുക വയസ്സാം കാലം കെറുപ്പ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക എല്ലാം ബേളം മോറെ വിവരമില്ലാത്തോളെ കെറുപ്പ് എന്താ ചേപ്പറിയാ. നിങ്ങൾ ഉമ്മയും ഉപ്പയും ഉണ്ടാക്കിയിട്ടല്ലേ നിങ്ങളുണ്ടായേ നിങ്ങളെ മക്കൾ ഉണ്ടായേ. എടാ ഉപ്പാക്കും ഉമ്മാക്കും അങ്ങനെ നാണം ഉണ്ടെങ്കിൽ ഓല് നമ്മൾ ഉണ്ടാവുകയാ. ഓലങ്ങനെ നാണം വിചാരിച്ചെങ്കിൽ നമ്മൾ ഉണ്ടാവുക. ഇന്ന് ഭൂമിയിൽ മനുഷ്യന്മാരുണ്ടാവുക, ജീവജാലങ്ങൾ ഉണ്ടാവുക. കെറുപ്പ് എന്താണ് മോശം? ഒരു കെറുപ്പായിട്ട് അഭിനയൻ്റെ ഉമ്മോ നാട്ടുകാർ കാണുന്നില്ലേ, മഹലുകാർ കാണുന്നില്ലേ, കുടുംബക്കാർ കാണുന്നില്ലേ, വേണം മറബി വരണ ഒരു കെറുപ്പായിട്ട് അഭിനയിച്ചാനാണോ നാട്ടുകാരും കുടുംബക്കാരിലും വന്നിട്ട് എന്നെ തല്ലണ്ടിയത്? വിവരമുണ്ടോ നിങ്ങൾക്ക്? അല്ലേ, നിങ്ങൾ സിനിമ കാണാൻ പോകുന്നില്ല, മോന്തിയാൽ ഏപ്പടം കാണാൻ നിങ്ങൾ പോകുന്നില്ലേ, എന്തെല്ലാം കോമഡി സിനിമയും സർക്കസും കാണാൻ നിങ്ങൾ പോകുന്നത് അല്ലേ? ഈനാണ് നാട്ടുകാർ പറഞ്ഞത് ഇതിന്റെ താഴെ വന്ന കമന്റ്. പക്ഷേ ഞാൻ മക്കളെ നിങ്ങളെ പേടിച്ച് നിന്നോണ്ടില്ലേ, നിങ്ങളെന്ത് വിചാരിച്ച് നിന്നതുകൊണ്ട് ഞാൻ ഇന്ന് വണ്ടി ഒരൊറ്റ ഓടിക്കുന്ന അറിഞ്ഞുകൂടാണ്ടായി. അന്ന് കാര്യക്കാർ നേടിയല്ല എടുത്ത് ഞാനെ പിടിച്ചിട്ട് നിങ്ങളെ നാട്ടുകാരടക്കണം, കുടുംബക്കാരടക്കണം, മഹലടക്കണം, നിങ്ങൾക്ക് എല്ലാ കളിയും കളിക്കാം, നിങ്ങളെ മക്കൾക്കും കളിക്കാം. അപ്പം കണ്ടുക്കാ പ്ലസ് 2 പഠിക്കുന്ന ചെറിയ പെൺകുട്ടി പ്രസവിച്ച പ്രജാലയത്തിൻ്റെ കൂടി ചാടിയ അല്ലേ, പഠിക്കാൻ പോയിരുന്നിട്ടല്ലേ അത് അല്ലേ, അങ്ങനെയാ തോന്നുന്നു അല്ലേ? കെറുപ്പായിട്ട് എന്തേനു ഇതിപ്പോൾ അത് പ്രസവമായി പെറ്റത് കൊണ്ടല്ലേ നിങ്ങൾ അറിഞ്ഞ. പെറാത്തതും അറിയാത്ത അങ്ങനെ എത്ര ഉണ്ട് അല്ലേ? ആന്നും നോക്കി നടക്കാൻ നിങ്ങൾക്ക് നേരെയില്ല, ആന്നും നോക്കി നടക്കുന്നില്ല. അവനവൻ്റെ വീട്ടിലുള്ള നോക്കട, മക്കളെ ഇൻസ്റ്റാഗ്രാം പരിശോധിക്കട, മക്കളെ ഇൻസ്റ്റാഗ്രാം എന്തെന്നാ കാട്ടിക്കൊണ്ട് പരിശോധിക്കട. നിങ്ങളെ മക്കൾ പഠിക്കാൻ പോയിരുന്നു എന്തെന്നാ കാട്ടിക്കൂട്ടുന്ന നിങ്ങൾ ഹോസ്റ്റൽ കൊണ്ട് ചേർത്തുന്നില്ല, എന്തെന്നാ കാട്ടിക്കൂട്ടുന്നെന്ന് ചെന്ന് നോക്കട. ഈ സാബറ ഗർപ്പം ഉണ്ടാക്കി ഇത് ജേൺസ് കളിക്കുന്നു, സാബറൊക്കെ ഗർപ്പാക്കുന്നു, സാബറ ഗർപ്പം കാണിച്ചു കളയുന്നു, ഇതെല്ലാം നോക്കി നിൽക്കണ്ട. നിങ്ങളത് നോക്കി നിങ്ങൾ പോയിട്ട് അതുകൊണ്ട് മനുഷ്യന്മാരെ മുത്തുമണികളെ ഇങ്ങോട്ട് വാ, ബേളന്മാർ ഇങ്ങോട്ട് വാ, ബേളന്മാർ കേട്ടോ. നമ്മൾ നമ്മക്ക് വേണ്ടി ജീവിക്കണം. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാത്തത് കൊണ്ട് എനിക്കൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി. വണ്ടിയെല്ലാം എനിക്ക് ഇവിടെ ഉണ്ട്, കാൽനടയായി നടക്കേണ്ടി വരുന്നു എല്ലാ സംഗതിയും കേട്ടോ. നമ്മൾ ഓരോരുത്തരും നമ്മക്ക് വേണ്ടി ജീവിക്കണം. ഇന്ന് അതുകൊണ്ടാണ് ആത്മഹത്യ. പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മരിച്ചു കളയുന്നേ, ചെറിയ പെൺകുട്ടികൾ. ഇതിന് ഞങ്ങളിപ്പം തിരിച്ച് വീട്ടിൽ പോയാൽ നാട്ടുകാർ എന്ത് വിചാരിക്കൂ, ആങ്ങളാണെന്ത് വിചാരിക്കൂ, ആങ്ങളുടെ ഓളമാണെന്ന് വിചാരിക്കും, എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും പുറത്ത് നടക്കണ്ടേ. അത്രയും ആഡംബരമായി കഴിച്ചു കൂട്ടിയ മങ്ങലല്ലേ, ഭയങ്കര പശുവെല്ലാം അടിച്ചു കഴിഞ്ഞാൽ മങ്ങലല്ലേ. ആ മങ്ങൽ ഇങ്ങനെല്ലാം കഴിച്ചിട്ട് പിന്നെ ഒരു മാസം 6 മാസം കഴിയുമ്പോൾ പെൺകുട്ടി തിരിച്ച് വീട്ടിൽ പോയാൽ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും നാട്ടുകാരുടെ മുന്നിൽ നിൽക്കണ്ടേ, കുടുംബക്കാരുടെ മുന്നിൽ നാണക്കേടല്ലേ. എങ്ങനെ ഞാൻ പോകുമെന്ന് വിചാരിച്ചിട്ട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തോളെ ഭർത്താവിൻ്റെ വീട്ടിലെ പീഡനം കൊണ്ട്. ഓക്കെന്താ ഓളാടെ പോയാൽ പോരെ, ഓളെ പിടിച്ച് കെട്ടിയിട്ട് കൊന്നില്ലാലും ഭർത്താവിൻ്റെ ആടെ പോയാൽ പോരെ. പണ്ടെന്നാ വടേരങ്ങാടി കൊണ്ടിട്ടാലും എനിക്ക് തിരിച്ചു വരുന്ന അറിഞ്ഞൂടേനും. ഇന്നത്തെ പെൺകുട്ടികൾ ഏത് അമേരിക്കയിൽ ഒറ്റക്കിട്ടാലും ഒലിക്ക് തിരിച്ചു വരാലോ അല്ലേ. ഒലിക്കെന്താ ഓലെ വീട്ടിൽ പോയിക്കൂടാ. നാണവും മാനവും വിചാരിച്ചിട്ട്, നാണവും മാനവും അല്ല ജനങ്ങളെ മുന്നിൽ എങ്ങനെ നിൽക്കും എൻ്റെ ഉപ്പയും ഉമ്മയും എങ്ങനെ ജനങ്ങളെ ഇവിടെ എന്തിനാ നമ്മൾ നമ്മക്ക് വേണ്ടി ജീവിക്കുക. ജനങ്ങൾ നമ്മക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടാ, അല്ലെങ്കിൽ അവർ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്നുണ്ടാ? അള്ളാഹു പറഞ്ഞതെന്നാ ഒരു മനസ്സസ് ഒരു പെൺകുട്ടിക്ക് മെൻസസ് ആയ ഉടനെ തന്നെ ആ പെൺകുട്ടി പ്രായപൂർത്തിയായിന്ന് പോട്ടെ. 18 വയസ്സായി നിങ്ങൾ മംഗലം കഴിക്കുന്നുണ്ടോ? അള്ള പറഞ്ഞ് അതുക്കും മേലെ നിങ്ങൾ കാട്ടുന്നത്. പിന്നെ 10, 20, 22 വയസ്സായ കുട്ടികൾ എങ്ങോട്ട് പോകും? ഭർത്താവ് വേണ്ടേ ഓലിക്ക്? ഓല് പഠിക്കുന്നില്ലെന്നാ പറയുന്നത്, അത് വേറെ വിഷയം അല്ലേ. നിങ്ങളാ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ അള്ളാഹു പറഞ്ഞിക്ക, പെൺകുട്ടികളെ ജോലിക്ക് അയക്കാൻ അള്ളാഹു പറഞ്ഞിക്ക. നിങ്ങളെന്താ നിങ്ങളെ തെറ്റുകൾ നോക്കാത്തെ? അപ്പോ കാണുന്ന മുത്തുമണികളെ, നമ്മൾ മാത്രം ജനങ്ങളെ പേടിച്ച് നിൽക്കണം. നമ്മളെ വീഡിയോ കാണുന്നവരും മറ്റുള്ളവരും ഓര് പേടിക്കൂല, നമ്മൾ മാത്രം പേടിക്കണം. ഒന്ന് തുള്ളിയേന് ജനങ്ങൾ അടിക്കണം, ഒന്ന് കളിച്ചേന് പരക്കാരടിക്കണം, കുടുംബക്കാരടിക്കണം.
അല്ലേ? അടിക്കണം. ഞമ്മക്ക് വേണ്ടി ജീവിക്കണം കേട്ടാ കേട്ടാ. ഞമ്മക്ക് വേണ്ടി ജീവിക്കണം. മറ്റുള്ളവർ അങ്ങനെ ജീവിക്കുന്നില്ലല്ലോ. ഓലല്ല പറഞ്ഞ പോലെ ഓല് ഓലല്ല പറഞ്ഞതുപോലെ ഓല് ജീവിക്കുന്നില്ല. നമ്മളെ കുടുംബമായാലും നാട്ടുകാരായാലും ആരായാലും ഓലല്ല പറഞ്ഞ ജീവിക്കുന്നില്ല. അല്ല പറഞ്ഞിട്ടില്ലേ, പൊന്ന് പണയം വെക്കറ്, ആധാരം പണയം വെക്കറ്, അടവിൽ സൂട്ടി എടുക്കറ്, അല്ലേ? മക്കൾക്ക് പെൺകുട്ടികൾ ജീൻസ് വേണ്ടിടറ്, ജീൻസ് നല്ല വേണ്ടിടറ്, പെൺകുട്ടികളെ ജോലിക്കയക്കറ്, പെൺകുട്ടികൾ പഠിക്കറ്, ഇതെല്ലാം അല്ല പറഞ്ഞിട്ടില്ല. പഠിക്കറെന്നല്ല, ജോലിക്കയക്കറെന്നെല്ലാം പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ആരാ ചെയ്യുന്നത്? ജനങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ല അതുപോലെ അതെല്ലാം ജനങ്ങൾ റദ്ദാക്കുന്നുണ്ടാ? ഇല്ലാലോ. പിന്നെ ഞമ്മള് മാത്രം എന്താടോ അടങ്ങ്? ഞമ്മള് മാത്രം പിന്നെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുകയാണോ? നിങ്ങൾ എന്തിനാ മുസ്ലിങ്ങളെ പറയിപ്പിക്കുന്ന? ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുകയാണോ? മക്കളെ, ബിഗ് ബോസിൽ എത്ര മുസ്ലിം പെൺകുട്ടികൾ പോയി? ഓലല്ലേ ഇപ്പം പൊരയിലേക്ക് വിളിച്ചിട്ട് മംഗലത്തിന് വിളിക്കുന്നു, തക്കാത്തിന് വിളിക്കുന്നു, ഓലല്ലേ പിടിച്ച് കയറ്റുന്നു പൊരയില്. അതിനൊന്നേ ഇല്ല. സാബറതുള്ളറ്, സാബറത്തുള്ളറ് അല്ലേ? ഇങ്ങക്ക് എല്ലാ കളികൾക്കടോ അള്ളാഹു താല ചോദിക്കുന്നതാ. മുത്തു നബി എന്തെന്നാ ഫാത്തിമ ബിയോട് പറഞ്ഞേ? മോളെ, നബീന്റെ മോളാന്ന് പറഞ്ഞ സ്വർഗത്തിൽ കടത്തൂല. മോള് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലേ മോള് സ്വർഗത്തിലാവുള്ളൂ. അതുകൊണ്ട് ഈ സാബിറ നന്നാക്കിയതിനെ കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലാവില്ല. നിങ്ങൾ ചെയ്താലേ നിങ്ങൾ സ്വർഗത്തിലാവുള്ളൂ. മനസ്സിലായ? അതുകൊണ്ട് വന്യമക്കളെ, ഞമ്മക്ക് വേണ്ടി ജീവിക്കണം. നമ്മളെ ആഗ്രഹങ്ങള്, നമ്മളെ അഭിലാഷങ്ങളൊക്കെ നമ്മൾ നിറവേറണം കേട്ടോ. എല്ലാം ദീനും ദുനിയാവും പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട. അത് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ദീനും ദുനിയാവും അള്ള പറഞ്ഞതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് അതും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. പിന്നെ അല്ലാത്ത ഇന്ത്യൻ ഭരണഘടനയുള്ള സ്വാതന്ത്ര്യം ഞമ്മക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, അല്ലേ? പിന്നെ അത് നിങ്ങൾ അനങ്ങുന്നത് ദീനും ദുനിയാവും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. അള്ള പറഞ്ഞ പോലെ നിങ്ങൾ നടക്കുന്നില്ല. പിന്നെ അന്നെ മാത്രത്തെ നടത്തിക്കുന്നത്? ഞാൻ മാത്രമയ്യ സ്വർഗത്തില്? എനക്ക് ഒറ്റക്ക് സ്വർഗത്തിൽ നിൽക്കുമ്പോ എനക്ക് ബോറടിക്കൂല. നിങ്ങളും വേണ്ടേ സ്വർഗത്തില്? മോളെ, ഈ എന്തെന്നായി പറയേണ്ടത്? അതുകൊണ്ട് മക്കളെ, നാട്ടുകാരില്ലേ, കുടുംബക്കാരെന്ന് പറഞ്ഞില്ല, ആരാടോ വരേണ്ടത്? ഇത് നിൽക്കല്ലേ നിങ്ങൾ? എന്റെ വീട് ഇത്രത്തോളായി അങ്ങക്ക്. ആരാടോ വരേണ്ടത്? ഒരു കീർപ്പൻ ചേപ്പറിയാടോ. ഇടോ, ഇഞ്ച മോളെ മംഗലം കഴിച്ചില്ല. 22-23 വയസ്സായ മോളെ മംഗലം കഴിച്ചിട്ട് പിറ്റേത്തെ മാസം കീർപ്പ. അയ്യേ കീർപ്പം എന്ന് ഇഞ്ഞു പറയാ. എടോ, കീർപ്പ ഒരു മോശാടാ. ഗർഭ ആക്കുന്നില്ലെങ്കിൽ ലോകത്ത് മക്കൾ ഉണ്ടാവടോ, ജീവജാലങ്ങൾ ഉണ്ടാവടോ. പശുവിന്റെ പാലമൊക്കെ കുടിക്കണ്ടേ? പശുവിന്റെ പാല് കിട്ടുവടോ? തീരെയും തലയും തലച്ചോറും വിവരമില്ലാത്ത നിങ്ങളോട് ഞാൻ അട്ടായിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോന്നാ ഞാൻ ചിന്തിക്കുന്നത്. എന്നാലും ഭയങ്കര എനക്കൊരു റീച്ച് പൈസ കിട്ടും, അത്ര ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇങ്ങനൊക്കെ വിവരമില്ല, തലച്ചോറില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കീർപ്പൊന്നു കണ്ടില്ല നിങ്ങൾ? എന്റെ കീർപ്പം കണ്ടില്ല നിങ്ങൾ? ഒന്ന് കാണ് മക്കളെ, അത്തക്കം പിത്തക്കുള്ള കീർപ്പം ഒന്ന് കാണ്. വയസ്സാം കാലം കീർപ്പായതേനു. ഇതാ എടുത്തോടു അത്. ഇഞ്ഞെന്താടാ അനങ്ങാത്ത്? പാട്ട് കാണിക്കാത്ത അത് കോപ്പി റൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ബേളം മാറാൻ ഈ കെറുപ്പത്തിന് നാണയില്ലേ, എനിക്ക് മാനയില്ലേ, ചേപ്പറില്ലേ, അഭിമാനില്ല. എടോ, ഒരു കെറുപ്പം ചേപ്പറയാണെങ്കിൽ നീ ദുനിയാവിൽ ഉണ്ടാവാനുള്ള ബേളനെ ഇതിൽ കമന്റിട്ട ബേളന്മാരെ, വേർഡ് കമന്റിട്ട ബേളന്മാരെ, നീ അങ്ങനെ ചേപ്പറ നിന്റെ ഉപ്പയും ഉമ്മയും നീ ചേപ്പറ വിചാരിച്ചെങ്കിൽ, നാണക്കേട് വിചാരിച്ചെങ്കിൽ നീ ഭൂമിയിൽ ഉണ്ടാവുക, ഭൂമിയിൽ ജനങ്ങൾ വരുവയ്ക്കുക. ഇതൊരു നാണക്കേടാ. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഒറിജിനൽ കെറുപ്പം കൊണ്ട് വന്ന എൻ്റെ വളേ എന്നാ മതില്ലോ, യൂട്യൂബർ എന്നെ കൊല്ലും തോന്നല്ലേ. എന്തായാലും വരുന്നുണ്ട്, അടുത്ത് തന്നെ വരും ഒരു കെറുപ്പം കൊണ്ട്, ഒറിജിനൽ കെറുപ്പം കൊണ്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് ഞമ്മക്ക് വേണ്ടി ജീവിക്കട്ടാ. നമ്മൾക്ക് വേണ്ടി ജീവിക്കുക. മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് പറയും, അങ്ങനെ വിചാരിച്ചാൽ നിങ്ങളെ ജീവിതം നശിച്ചു പോയി. നിങ്ങൾക്ക് സന്തോഷമില്ല. ഇന്ന് തന്നെ ഞാൻ ഒരു വണ്ടി ഓടിക്കുന്ന 4-5 വണ്ടി ഉണ്ട്. ഒരു വണ്ടി ഓടിക്കുന്ന അറിഞ്ഞൂടാത്ത ജനങ്ങളത് വിചാരിക്കും നാണക്കേടല്ലേ, ചേപ്പറല്ലെന്ന് അന്ന് ഞാൻ ചിന്തിച്ചു. അന്ന് ചിന്തിക്കാണ്ട് പഠിച്ചവരിന്ന് വിജയകരമായി. തലച്ചോറിന്റെ മനസ്സിലാക്കണം കേട്ടാ.